പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ല ഒരു സുപ്രഭാതം. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു ചെറിയ ചിന്ത നൽകാൻ ആഗ്രഹിക്കുന്നത്. ആവശ്യത്തിന് സമ്പത്തുണ്ടോ കയ്യിൽ? ആവശ്യത്തിന് സൗന്ദര്യമുണ്ടോ? അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കാറ്, ഒരു വീട്, ആവശ്യത്തിന് ഉപകരിക്കുന്ന ബുദ്ധി, വിദ്യാഭ്യാസം, സമൂഹത്തിൽ 4 പേര് വിലമതിക്കുന്ന ഒരു സ്ഥാനം, ബന്ധുക്കളുടെ ഇടയിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ചില ശക്തി, ആജ്ഞാസ്വരം, ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളോടൊപ്പം ഒരുപാട് പേര് കാണും. ആരോഗ്യം ക്ഷയിക്കട്ടെ, സമ്പത്തില്ലാതാകട്ടെ, സൗന്ദര്യം കുറയട്ടെ, വീട് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകട്ടെ, സ്വരം പതറുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നട്ടെ, സ്വാധീനിച്ചിരുന്ന വ്യക്തികളൊക്കെ അകന്നു പോകുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു സമയമുണ്ടാകട്ടെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്ന്. നിങ്ങളെ അവർ സ്നേഹിച്ചത് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ബാഹ്യമായ പ്രൗഢിയും ഒക്കെ കണ്ടുകൊണ്ടാണ്. എന്നാൽ നിങ്ങളാകുന്ന പച്ചയായ മനുഷ്യൻ നേർത്ത ഒരു കോലമായി തീർന്നപ്പോൾ പലരും അകന്ന് പോയിട്ടുണ്ടാകാം. ഫാദർ ഡാമിയൻ വളരെ ശക്തനായിരുന്നൊരു കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് പേര് ചേർന്നു. എന്നാൽ അദ്ദേഹം രോഗാഗ്രസ്തനാവുന്ന സമയത്ത് ആ ദ്വീപിൽ തന്നെ അകപ്പെട്ടു പോകുന്നുണ്ട്. ഇതെല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ 5000 ആളുകൾ അപ്പം ഭക്ഷിച്ചിട്ടുണ്ട്, 7000 പേര് ഭക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ കുരിശിനോടൊപ്പം നടക്കാൻ വളരെ കുറച്ചു പേരെ ഉണ്ടായിരുന്നു. കാറൽ മാർക്സ് എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ഇന്നും ലോക ചരിത്രത്തിൽ വല്ല സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അടക്കത്തിന് 9 മുതൽ 11 പേര് വരെ ഉണ്ടായിരുന്നുള്ളൂ എന്നത് ഒരു സത്യം. എന്നാൽ അദ്ദേഹം കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ബെർട്രൻഡ് റസ്സലിൻ്റെ കിടക്ക കൂടിയുണ്ട് എന്നത് മനസ്സിലാക്കുക. ലോകം മുഴുവൻ ക്രീഡാവിറപ്പിച്ച് ഹിറ്റ്ലർ, അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ 3 പേരാണ്. ഒന്ന് അദ്ദേഹം, രണ്ടാമത് ഇവാ ബ്രൗണ്ടിയ എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഡെവിൾ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പട്ടിയെ വെടിവെച്ചു കൊന്നു, ഭാര്യയും അദ്ദേഹം കൊന്നു, എന്നിട്ട് അദ്ദേഹം മരിക്കുകയാണ്. ഇവിടെ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ എപ്പോഴാണോ ആരോഗ്യവാനായിരിക്കുന്നത്, എപ്പോഴാണോ സാമ്പത്തികമായ ഔന്നത്യത്തിലിരിക്കുന്നത്, അപ്പോഴൊക്കെയും നിങ്ങളോടൊപ്പം ഒരുപാട് സുഹൃത്തുക്കൾ കാണും, ഒരുപാട് ബന്ധുക്കൾ കാണും, ഒരുപാട് മിത്രങ്ങൾ കാണും. എന്നാൽ ഇതൊക്കെ ക്ഷയിക്കുമ്പോഴും നിങ്ങളോടൊപ്പം നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്, യഥാർത്ഥ മിത്രം. നിങ്ങൾ ക്ഷയിക്കാതിരിക്കട്ടെ, അത് നിങ്ങളുടെ നന്മയാവട്ടെ. നിങ്ങളുടെ ബുദ്ധി പോകാതിരിക്കട്ടെ, നിങ്ങളുടെ ശക്തി പോകാതിരിക്കട്ടെ, ഓർമ്മശക്തി കുറയാതിരിക്കട്ടെ. ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. എന്നാൽ ഞാൻ ഇനി ഒരു കാര്യം പറയാം. പ്രിയ സുഹൃത്തെ, സൗഹൃദങ്ങളെ തിരഞ്ഞെടുക്കുമ്പം അത്യാവശ്യം വല്ലപ്പോഴുമെങ്കിലും അവരെ ഒന്ന് മാറ്റുരച്ച് നോക്കാൻ പരിശ്രമിക്കണം. ആരാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വല്ലപ്പോഴും മറ്റുള്ളവരുടെ നല്ല സുഹൃത്തായി ഒന്ന് നോക്കണം. അവർ വിഷമിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ കൈ വയ്യ, എനിക്ക് അസ്വസ്ഥതയുണ്ട്, എനിക്ക് ബാത്റൂമിൽ പോയതിന് ശേഷം കഴുകാൻ എനിക്ക് സാധിക്കുന്നില്ല. അപ്പം ഞാൻ പറയും, കുഴപ്പമൊന്നുമില്ല, ഞാനെന്താ കഴുകി തന്നാൽ പറയും. മദർ തെരേസയുടെ കയ്യിലേക്ക് ഒരാൾ തുപ്പിക്കൊടുത്തു, പിശ ചോദിച്ചെന്താ, മക്കൾക്ക് എന്തെങ്കിലും തരാൻ പറഞ്ഞു. അപ്പോൾ മദർ തെരേസയുടെ കയ്യിൽ, നവീൻ ചൗളയുടെ പുസ്തകത്തിലാന്ന് തോന്നുന്നു എഴുതിയിട്ടുണ്ട്, മദർ തെരേസ കയ്യിൽ തുപ്പിക്കൊടുത്തു. ആ മനുഷ്യൻ തുപ്പിക്കൊടുത്തപ്പോൾ അത് മടക്കി കയ്യിലെടുത്തിട്ട് അത് പോക്കറ്റിലിട്ട് മദർ തെരേസ എന്ത് ചെയ്തു, അടുത്ത കൈ നീട്ടി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് തരാനുള്ളത് തന്നു, ഇനിയും എൻ്റെ മക്കൾക്ക് തരാനുള്ളത് തരിക. ഇതാണ് നമുക്ക് ഒരു പക്ഷേ ജീവിതത്തിൽ നമ്മളെ കൂടെ നിന്നവർ കളഞ്ഞിട്ട് പോയെന്ന് തോന്നിയാൽ, ഉണ്ടായിരുന്നവർ ഇല്ലെന്ന് തോന്നിയാൽ, ഇവിടെ നമുക്ക് നിൽക്കാൻ സാധിക്കുന്ന അടുത്ത സ്റ്റെപ്പ്, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ദാരിദ്ര്യം കണ്ട് വളർന്നതുകൊണ്ട്, അനാഥനായി നിന്ന് വളർന്നതുകൊണ്ട്, ഇല്ലാത്തത് എന്ത് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട്, താൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്തും ഇല്ലാത്തപ്പോഴും എനിക്ക് ഒരേ മനസ്സിൻ്റെ പ്രതലം സൂക്ഷിക്കാൻ സാധിക്കും. കാരണം താൻ നഷ്ടപ്പെട്ടു പോയാൽ എനിക്കധിക വിഷമമില്ല, താൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴും എനിക്കധിക വിഷമമില്ല. ഈ 2 ബാലൻസ് മൈൻഡിനകത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ, കാറ്റടിക്കട്ടെ, കൊടുങ്കാറ്റ് വരട്ടെ, മഴ പെയ്യട്ടെ, വറുതി ഉണ്ടാവട്ടെ, നമ്മുടെ മനസ്സ് യഥാർത്ഥത്തിൽ ഒരു സന്തുലിതാവസ്ഥയിൽ നിൽക്കുന്നെങ്കിൽ നിങ്ങളെ തകർക്കാൻ ആർക്കും സാധിക്കത്തില്ല.
മലവെള്ളം വരും, മലവെള്ളപ്പാച്ചിൽ വരും, ശത്രു വരും, തല്ലാൻ വരും. അവൻ്റെ കയ്യിൽ ആയുധം ഉണ്ടായിരിക്കും. നമ്മളവിടെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കും. കാരണം എന്താ? ആയുധം ഉള്ളവനെയും കണ്ടിട്ടുണ്ട്, ആയുധം ഇല്ലാത്തവനെയും കണ്ടിട്ടുണ്ട്. ഓടിപ്പോകാൻ കാല് തന്നിട്ടുണ്ട്, പക്ഷേ നെഞ്ചു വിരിച്ച് നിൽക്കാൻ തൻ്റെ ഇടം തന്നിട്ടുണ്ട്. വെട്ടുന്നേ വെട്ട്, പോന്നേ പോകാം എന്ന് ചിന്തിക്കണം. എന്ന് ചിന്തിച്ച് മുന്നേറാൻ സാധിക്കട്ടെ. ദാരിദ്ര്യത്തിലും സന്തോഷത്തിലും ഒരേ മനസ്സ് കാത്തു സൂക്ഷിക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ബുദ്ധിയുള്ളപ്പോഴും ബുദ്ധിയില്ലാത്തപ്പോഴും, ഓർമ്മയുള്ളപ്പോഴും ഓർമ്മയില്ലാത്തപ്പോഴും, കൂടെ നിൽക്കുന്നവൻ ചരിച്ചിട്ട് പോയാലും ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കുന്നൊരു മനസ്സ് കൂടെ നിൽക്കുമ്പം തന്നെ ഫ്രെയിം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട്. നിങ്ങളൊരിക്കലും നിങ്ങളെ കീഴ്പ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. യു വിൽ വിൻ. അവിടെ നിങ്ങൾ വിജയിക്കും. ആത്യന്തിക വിജയം ഒരുപക്ഷെ നമ്മൾ പറയും ഇത് ഈ ലോകത്തിനപ്പുറമൊക്കെയാണ് ഒക്കെ തോന്നും. ശരിയാണ്, നല്ലതാണ്. അതല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ തൽക്കാലം നിർത്തുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ ഒരിക്കലൂടെ പറയാം, ആഴക്കടലിൽ നീന്തിയവന് കരയ്ക്ക് നിൽക്കുന്ന വെള്ളത്തിലോ കുളത്തിലോ നീന്താൻ വലിയ പാടൊന്നുമില്ല എന്ന് ഓർക്കുക. ആഴക്കടലിൻ്റെ ആഴം മനസ്സിലാക്കിയവന് 10 അടി താഴ്ചയുള്ള കുളം ഒന്നുമല്ല. ഇപ്പോൾ രണ്ടിടത്തും നിൽക്കാൻ പഠിച്ചാൽ 2 കാലിനും ശക്തി ഉണ്ടാവും, കണ്ണിന് തീക്ഷ്ണതയുണ്ടാവും, വാക്കുകൾക്ക് ജ്വലനമുണ്ടാകും, കൈകൾക്ക് വേഗത്തിൽ ചലിക്കാനുള്ള ശക്തി ഉണ്ടാവും. നിർത്തുന്നു. ജോൺസൺ കരൂർ.